ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആദ്യ 2 ഭാഗവുമായിട്ട് കിടപിടിക്കുന്ന ഒരു സിനിമയാണ് ആട് 3 എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആടും ആട് 2ഉം മുത്താണ്. ബട്ട് ആട് 3 മോശമൊന്നുമല്ല. ഇതുമായിട്ട് ഒരു രീതിയിലും കമ്പാരിസൺ ചെയ്യാവുന്ന ഒരു സിനിമയല്ല. MMTയുടെ മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിയാണ് ആട് ഫ്രാഞ്ചൈസ്. അതിൽ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഷാജി പാപ്പൻ, അറക്കൽ അബു, ഡ്യൂഡ്, സാത്താൻ സേവർ, എല്ലാവരും ഓരോ ഫാൻ ബേസും ഫാൻ ആർമീസും വരെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെയാണ് ഒരു ടൈം ട്രാവൽ വരുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിലേ ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടൈം ട്രാവലൊക്കെ ഈ ഒരു ഫണ്ണുമായിട്ടൊക്കെ എങ്ങനെ അവരെ ബ്ലെൻഡ് ചെയ്ത് അതൊന്ന് ഒരു പുൾ ഔട്ട് ചെയ്ത് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. പടം വിജയിക്കുമോ എന്നുള്ളതും ഡൗട്ടാണ്. കാരണം എക്സ്പെരിമെന്റിലാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. അതിൽ ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു 75% സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ. കാരണം ബാക്കി സൈഡ് നോക്കുവാണെങ്കിൽ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ ലാഗുകൾ വരുന്നുണ്ട്. അതായത് അറക്കൽ അബു ഒരു നറേഷൻ പീരീഡ് പോലെ കുറെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ തുടക്കത്തിലാണ്, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യും. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. കുറച്ച് കോമഡികളൊക്കെ എന്താ പറയുക, ഈ ബാലരമ അല്ലെങ്കിൽ പിന്നെ ബമ്പർ ചിരി അതുപോലത്തെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് പോയി ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു കോമഡിയും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് സാത്താൻ സേവിയറുടെ എൻട്രി കിട്ടില്ലൻ എൻട്രി ആയിരുന്നു. ആ പുള്ളി ഒരു എലവേറ്റ് ചെയ്ത് സണ്ണി വേൻ്റെ സാത്താൻ സേവിയറിന്റെ എൻട്രി നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു എലവേഷൻ സീൻ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ഷാജി പാപ്പൻ വരുമ്പോഴാണ് ആ സിനിമയുടെ ട്രാക്ക് ഒന്ന് മാറുന്നത്. അതുവരെയും ഞാൻ പറഞ്ഞില്ലേ, ആ എലവേഷൻ, ആ ഒരു നറേഷൻ, അറക്കൽ അബുയുടെ ഒരു നറേഷനിൽ ഉറങ്ങി ഒരു ലാഗ് ആയിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഷാജി പാപ്പനെ കാണിച്ച പര പാപ്പൻ ആ ഒരു തീം മ്യൂസിക്കോടെ ഇട്ടപ്പോൾ വീണ്ടും ആ ഒരു ഓണായി. പിന്നെ ജയസൂര്യ വരുന്നു, അതുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നു. ഈ ഒരു ടൈം പീരീഡ് കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് സമയം ഇവിടെ കാണിക്കുന്നു, കുറച്ച് സമയം അവിടെ കാണിക്കുന്നു. എനിക്ക് അത് അവിടുത്തെ സീനും ഇവിടുത്തെ സീനൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കുമ്പം എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. പിന്നെ നമ്മൾ 1 ആട്, 2 കമ്മട്ടം, 3 ഇപ്പോൾ ഒരു സ്റ്റോൺ, ഒരു സ്റ്റാർ സ്റ്റോൺ, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കല്ലിനെ തപ്പി അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർച്ചുഗലിൽ നിന്ന് കുറച്ച് വിദേശികൾ വരുന്നുള്ള ഒരു സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണും കുറച്ച് കള്ളന്മാരെ പോലെ അവരാരാണെന്നൊക്കെ ഇനി അടുത്തൊരു ഭാഗമുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ അതിൽ കാണിക്കുമായിരിക്കും. ആൻഡ് ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫോറിൻ ആക്ട്രസ് ഉണ്ട്. ആ പുള്ളിക്കാരിയുടെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവെല്ലിലേക്ക് പോകുമ്പം വലിയ പഞ്ചൊന്നുമില്ലാതെ എന്താണെന്ന് നമുക്ക് അറിയാം എന്താണെന്ന്. ബട്ട് അത് അവർ നമ്മളെ ഓവർ എക്സ്പെക്റ്റേഷനിൽ ഇരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻഗേജ് ചെയ്തിരുത്താൻ വേണ്ടിയിട്ട് ബിൽഡപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒരു ഇന്റർവെല്ലിനെ. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടത്. ആൻഡ് അവിടുത്തെ കോമഡീസ് ഒക്കെ നല്ല രീതിക്ക് വർക്ക്ഔട്ടായി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു. അതായത് അവര് ഒരു കാട്ടിലൊരു മന്ത്രവാദിയെ കാണാൻ പോകുന്നൊരു സീൻസ് ഉണ്ട്. അവിടെ വെച്ച് കോമഡി ഇങ്ങനെ ടക്കെന്ന് കോമഡിയോട്ട് വന്നോട്ടേയിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴും നല്ല കോമഡീസ് വരുന്നുണ്ട്, ചിരി വരുന്നുണ്ട്, കോമഡീസ് വർക്ക്ഔട്ട് ആവുന്നു, ലാഫ് റയോട്ട് നടക്കുന്നുണ്ട്. അവിടെ സിനിമ സൂപ്പർ ആവുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ തന്നെ സിനിമയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ അവര് ഉദ്ദേശിക്കുന്നത് പാസ്റ്റും പ്രസന്റിനെയും കൂട്ടി ബ്ലെൻഡ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. ഫ്യൂച്ചറും കാര്യങ്ങളും കുറച്ച് കാണിക്കുന്നുണ്ട്. ബട്ട് ആ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ എന്തോ ഒന്നും തികയാത്തതുപോലെ പെട്ടെന്ന് തീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് എല്ലാം സൂപ്പറാക്കി കൊണ്ടുവന്നിട്ട് അവസാനം ഇത്രയും മതിയട, ഇനി ഇപ്പം ഒരുപാടൊന്നും എഫേർട്ട് ഇടണ്ട, അല്ലെങ്കിൽ ഒരുപാടൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് വെറുതെ വന്ന് എന്തോ ഇവര് അവിടെ പോയി ഇവിടെ 2 പേരും മറിഞ്ഞ് 2 സ്ഥലത്തായി എന്നുള്ള ഒരു ഇത് കാണിച്ച് പെട്ടെന്ന് എന്തോ ഒരു വേഗത്തിൽ തീർത്ത പോലെയാണ് എനിക്കൊരു ഫീൽ ചെയ്തത്. ബട്ട് ഇതിന് ആഡ് 3ക്ക് പാർട്ട് 2 ഉണ്ട്. അത് 3ാം ഭാഗത്തിന് 2ാം ഭാഗമുണ്ട്. അത് അവര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം സത്യത്തിൽ എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തരത്തിലും ഇല്ല, ഒരുപാട് മോശമാകുന്ന ഒരു തരത്തിലില്ല. ബട്ട് 2 സിനിമയെ കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഈ പടം അതിന്റെ അയലത്ത് പോലും വന്നിട്ടില്ല. പക്ഷെ കോമഡികളും വർക്ക്ഔട്ടും ആയിട്ടുണ്ട്. ഒരു നീറ്റായിട്ടുള്ള ഒരു വാച്ചബിൾ കോമഡി എന്റർടൈനർ തന്നെയാണ്. ബട്ട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പിന്നെ കോമഡീസ് ഒക്കെ വർക്ക്ഔട്ട് ആവാത്തതുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഒരു തരക്കേടില്ലാത്ത ആട് ഫ്രാഞ്ചൈസിലെ ഒരു തരക്കേടില്ലാത്ത ചിത്രം പോലെയാണ് ആട് 3 തോന്നിയത്.